ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തിരിച്ചു വരും. ഓക്കെ, ബോറടിച്ചാലും ബോറടിക്കില്ല, എന്നെ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഞാൻ എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലവെളിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത, റിമ കല്ലിങ്കൽ, ടോനോ തോമസ്, ഷൈൻ ടോം, അതുപോലെ തന്നെ റോഷൻ മാത്യൂസ്, ഭാർഗവി നിലയം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്റ്റോറി. അപ്പോഴത്തേക്കും അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ടോനോ തോമസും റോഷൻ മാത്യൂസും കൂടി ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. തല മാറട്ടെ, ഓക്കെ, മീൻസ് സ്വാപ്പ് ദെയർ ഹെഡ്സ്, രണ്ടുപേരുടെ തല മാറട്ടെ എന്ന്. ഓക്കെ, അപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് റോഷൻ മാത്യൂസ് ടോവിനോ തോമസ് ആയിട്ട് സംസാരിക്കും, ടോവിനോ തോമസ് റോഷൻ മാത്യൂസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഫൺ ഇൻ്റർവ്യൂ വന്നാൽ കേട്ടെ, നമുക്കത് കണ്ടു നോക്കാം, എന്നിട്ട് അതിനോട് റിയാക്ട് ചെയ്യാം. ബിക്കോസ് നല്ല രസമായിരിക്കില്ലേ, രണ്ടുപേരും അങ്ങോട്ടും കൂടെ വൺ റോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂ കണ്ടു നോക്കാം. ഓക്കെ, ഫണ്ണായിരിക്കും ഗൈസ്, ഫണ്ണായിരിക്കും. ലാപ്പ് എടുക്കുന്നതാണ്, ഒറ്റ മിനിറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. മര്യാദയ്ക്കൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിരുന്നതാണ്. സ്റ്റാർട്ടിങ്. അപ്പൊ ഇപ്പൊ റോഷൻ മാത്യൂസ് ടോവിനോ തോമസ് ആയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ റോഷൻ മാത്യൂസ് സ്റ്റാർട്ടിങ് തന്നെ മറ്റേ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മറ്റേ വലിയ പുള്ളിയില്ലേ, ആ പുള്ളിയെ വരാനുള്ള. റോഷൻ മാത്യൂസിനെ തന്നെ റോസ്റ്റ് ചെയ്യുന്നതാ, ആ പുള്ളിയെ വരാനുള്ള എന്നുള്ള രീതിയിൽ. മാസ്ക് ഒക്കെ തല മാറട്ടെ, സ്വാപ്പ് ദ ഹെഡ്സ്. ചപ്പാത്തി ലുക്കാതെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അനുരാഗ് കശ്യപ് ആയിട്ടുള്ള മീറ്റിങ്ങിനെ പറ്റിട്ടാ പറയുന്നത്. ഓക്കെ, എന്റെ പൊന്നെ പൊളി. എന്റെ നെയ്മ രണ്ടും പൊട്ടിയത്, എന്റെ പൊന്നളിയാ. അവാർഡ് കിട്ടിയതാ എനിക്ക്. ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഈ കുത്തേക്കണ അവാർഡ് കിട്ടുന്നതുകൊണ്ടാണോ ഐക്കൺ എല്ലാറിയുമ്പോ തന്നെ. എന്താന്ന് വെച്ചാൽ നമ്മള് വേണ്ടെന്ന് വെച്ചാലും ആൾക്കാർ കുഴപ്പമില്ല. ഇടയ്ക്ക് ഹെലികോപ്റ്റർ നമ്മൾ പറയുന്ന സമയത്ത് ഹെലികോപ്റ്ററിന്റെ കാര്യ പറഞ്ഞത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ശരീരമാണ് ശരിക്കും ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ. ഇനി ടോനോന്റെ ഫിറ്റ്നസിനെ പറ്റിയാണ് റോസ്റ്റിംഗ്. ഓക്കെ, ടോനോന്റെ ഫിറ്റ്നസിനെ പറ്റിയൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നത്? എന്ത് ബോഡിയാണ്, എന്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്, അതിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ. ആ മിന്നൽ മുരളി വർക്കൗട്ടാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ബാക്കി പരിപാടികളൊക്കെ തന്നെ കാരണം ജനറലി അല്ല. പക്ഷെ അത് ഓരോ പടങ്ങളിൽ ഒരു പടത്തിന് കാണുന്ന മാറ്റം ഇപ്പോഴല്ല, അത് നീ ഇപ്പൊ മൂടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു നമ്മൾ ശരി ശ്രദ്ധിക്കാനായിട്ട്. ഇപ്പൊ ആൾക്കാർ എന്നെ പറ്റി പറയും കിസ്സിംഗ് സ്റ്റാർ അത് രണ്ടുപേർക്കും കിട്ടിയെന്ന് പിന്നെ ധൈര്യമായിട്ട് വിളിക്കും. അല്ല ഇത് പറയുന്ന ബേസിൽ എപ്പോഴാണ് നിങ്ങളുടെ പള്ളി ടൂ അല്ലേ? ടൂ ഇങ്ങനെ ആലോചന നടക്കുന്നു. അതിനകത്ത് വേറെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇല്ല ഞാൻ പക്ഷെ അല്ല നമ്മളാരല്ല പറഞ്ഞത്, ആരെങ്കിലും വിളിച്ചാലും നിന്റെ കോണ്ടാക്ട് ഹെൽപ്പ് ചെയ്താൽ ഓക്കെ. ഞാനും തമ്മിലൊരു പറഞ്ഞതായിരുന്നു മാരിറ്റു ഞാൻ ഓർത്തിരുന്ന വരാത്ത. ഞാൻ ശരിക്കും ഓർത്താ മാരിറ്റുവിനെ പറ്റി പറയാം. എന്തായാലും റോസ്റ്റിംഗ് ആണെങ്കിൽ മാരിറ്റുവിനെ പറ്റി പറയുന്നത് നമ്മൾ എന്തായാലും ഓർത്താം. എസ്പെഷ്യലി മാരിറ്റുവിലെ വിഗിനെ പറ്റിയിട്ട്, ടോവിനോ തോമസിന്റെ വിഗിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി പറയായിരിക്കും മിക്കാറും. കണ്ടോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഡെഡ്ലോക്ക്. എനിക്ക്
സോറി പറയുന്നത്. സോറി ഞാനത് എങ്ങനെ ഉദ്ദേശിച്ചു. നീ പിന്നെ സോറി പറയുന്നത് നിങ്ങളെ പിച്ചിയോ അതൊന്നും ചെയ്തില്ല. ചൂടാവാന് കോൾ വന്നിട്ട് തപ്പയാണോ ഇവിടെ ഫുൾ സ്കോർ ചെയ്യുന്ന റോഷൻ മാത്യൂസ് ആട്ടോ. ഫുൾ സ്കോറിങ്. ടോവിനോ തോമസിനെ റോസ്റ്റ് ചെയ്ത് ഓരോ കാര്യം എടുത്ത് റോസ്റ്റ് ചെയ്ത് ഫുൾ സ്കോറിങ് ഇടാ. ഇത് കഴിഞ്ഞ് പട്ടി പൂച്ചൊക്കെ വിളിക്കും. ഞാൻ തിരിച്ചു വിളിക്കാൻ ഇല്ല, വോയിസ് നോട്ടായിട്ട് വരാം. ലൗഡിലാണ് കിടക്കുന്നത്. അല്ല ഞാൻ ശബ്ദത്താക്കിയത്. ഓ നമുക്ക് ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം കൊണ്ട് അവിടെ നമുക്ക് എന്ത് സാധനം എൻ്റെ ഇമീഡിയറ്റ്ലി അതൊക്കെ ചെയ്യും. എങ്ങനെ ഡയലോഗ് മെമ്മറൈസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എഴുതി പഠിക്കുന്നതാണ്. സോറി കേട്ടോ അങ്ങനെ പൊതുവെ നമ്മൾ വേറെ ആരെയും ഹേർട്ട് ചെയ്യാതെ ഞാൻ ഈയിടെ ആഫ്രിക്കയിൽ പോയായിരുന്നു. സിനിമയായിട്ട് ഭയങ്കര കമ്പനി. ഇപ്പൊ ഇടയ്ക്ക് ചാറ്റൊക്കെ ചെയ്യാറ്. ആഞ്ജനേയ സ്വാമി. ഇത് ശരിക്കും ഒരു ഫ്രണ്ട്ലി സ്ട്രഗിളിനിടയിൽ വന്നു. അങ്ങനെ വരുമ്പോ പേടിയാണ്. ഞാൻ ശരിക്കും ബഞ്ച് ചെയ്തത് തന്നെ നമ്മൾ താഴെ ഇങ്ങനെ താഴെ പേടിയുണ്ടായിരുന്നു. ഞാൻ ബഞ്ച് ചെയ്ത് ഇങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ക്രോക്കഡൈൽസ് ആരെങ്കിലും കാണാണെങ്കിൽ ശരിക്കും പറ്റി. പക്ഷെ ആ സമയത്ത് ക്യാമറ തിരിഞ്ഞൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ഞാനിങ്ങനെ ചില പടങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയ മെത്തേഡൊക്കെ പിടിച്ചു തുടങ്ങി. അതായത് എൻ്റെ ഞാൻ സാധാരണ ബെഞ്ച് പ്രസ് അടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഞാനൊരു വലിയ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുരളി കണ്ടിട്ടുണ്ട്. ഇവർ ബോളിവുഡ് സർക്കിളല്ലേ. മിന്നൽ മുരളി ഒരു പാൻ ഇന്ത്യൻ സിനിമയാണോ? അതെ അതെ അതെ. അപ്പൊ അത് എല്ലാ സ്ഥലത്തും ഡെഫിനേഷൻ ഞാനും വിളിച്ചായിരുന്നു. സോറി ഞാൻ സോറി അങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞു. വിൽ ബി റൈറ്റ് ബാക്ക്. എൻ്റെ ദൈവമേ, സോറി ഗൈസ്, തട്ടിപ്പോയതാ. എൻ്റെ ദൈവമേ, ഇവരെ കൊണ്ട് മാത്രം ഇതൊക്കെ പറ്റുള്ളൂ എൻ്റെ പൊന്നളിയാ. ഇവർക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ കൊണ്ടേ പറ്റുള്ളൂ. എന്തൊരു ചാമാണ് രണ്ടുപേരും അങ്ങോട്ടിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ. നമുക്ക് റോസ്റ്റിംഗ് ആണെന്ന് തോന്നത്തേ ഇല്ല. അടിപൊളി. എൻ്റെ പൊന്നെ, രണ്ടുപേരും അടിപൊളി ആക്ടേഴ്സാണ്. രണ്ടുപേരും ഒത്തിരി അധികം അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫൺ ഇൻ്റർവ്യൂ ആയിരുന്നു. തല മാറട്ടെ. എന്തായാലും ഈ സെഗ്മെൻറ്റ് കൊണ്ടുവന്നവർ ഈ ഐഡിയ വന്നായിരുന്നു കേട്ടോ. രണ്ടുപേരും ഓപ്പോസിറ്റ് ആൾക്കാരെ പോലെ ചെയ്യാന്നുള്ള ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഇൻ്റർവ്യൂ. ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പാർട്ട് 1 മാത്രമാണ് റിയാക്ട് ചെയ്യാൻ ഓർത്ത് ആദ്യം. ഓ, എന്തായാലും എല്ലാവരും പോയി ഇത് കാണൂ ഗൈസ്. പോയി ചിരിക്കൂ. ഇത് കണ്ട് റോസ്റ്റിങ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു കാര്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് കണ്ടു. ഇനി ഞാൻ പോയി എൻ്റെ പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഞാൻ പിന്നെ തിരിച്ചു വരും. ഞാൻ നാളെ വൈകിയാൻ പിന്നെ തിരിച്ചു വരും. എന്തായാലും ഇവിടെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.